സജി, ആ തിരക്കൊന്നുമില്ലല്ലോ, വാ ഒരു ചായ വിളിച്ചിട്ട് വരാം. വാ പോവാ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു. രണ്ട് ചായ. കടിവാണ? വേണ്ട. നിന്റെ അനിയല്ല പോന്നെ? അവന്റെ പോക്കിൽ എന്തോ ഒരു വശപ്പശം ഉണ്ടല്ലോ. വെള്ളം അടിക്കുവൻ? അവൻ വെള്ളമടിച്ച് ഞാൻ ഇത് കണ്ടിട്ടില്ല. കഴിഞ്ഞ ആഴ്ച എങ്ങാനും വെള്ളമടിച്ചെന്ന് അമ്മ പറയുന്ന കേട്ടായിരുന്നു. എന്തോ ഒരു പന്തി കണ്ടു കേട്ടോ. വാ പോയി നോക്കാം. രാട്ടാ വരുന്നേ, വേമാ വേമാ. നിർത്തല നിർത്തല. വെള്ളം അടിച്ചിട്ടുണ്ടോ നീ? എടാ നിന്നോട് ചോദിച്ചേ, വെള്ളം അടിച്ചിട്ടുണ്ടോ നീ? ഇതെന്നാ എന്നാടാ ഇത്? അവൻ വെള്ളം അടിച്ചിട്ടുണ്ട്. അവന്റെ മുഖത്താണ് ദേഷ്യം, കയ്യിൽ കത്തി. നീ എണ്ണുണ്ടാക്കാൻ പോടാ. വേണ്ട. ഒരാഴ്ചയായിട്ട് വിളിച്ചോണ്ടിരിക്കുക, ഫോൺ എടുക്കുന്നില്ല. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ഇല്ല. ഓഹോ, കാമുകി വിളങ്ങി. അതാ സംഭവം. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്, വെള്ളമടിച്ച് പോവുക, കുത്തിക്കൊല്ലുക. കുത്തിക്കൊല്ലാനൊന്നും പേടിപ്പിക്കാം. ഏട്ടാ, ഒരാഴ്ചയായിട്ട് എനിക്ക് പഠിക്കാൻ പോലും പറ്റുന്നില്ല. അവക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എടാ നിനക്കൊരു കാര്യം അറിയോ? ആണുങ്ങൾ ഒരു ജോലി ചെയ്യുമ്പോൾ അത് മാത്രം ചെയ്യും. പെണ്ണുങ്ങൾ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. നീ നമ്മുടെ അമ്മയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അടുക്കള പണി എടുക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ കാര്യം നോക്കും. തോരൻ അടുപ്പത്ത് വെച്ചേച്ച് അച്ഛൻ്റെ ഷർട്ട് തേച്ചു കൊടുക്കും. മിനിമം ഒരു ഫോൺ വരുമ്പോൾ തന്നെ മിച്ചമടിക്കും, ചിലപ്പോൾ പാത്രം കഴുകും, ചിലപ്പോൾ തുണി അലക്കും. സ്ത്രീകൾ അങ്ങനെയാണ്. ദൈവം അവർക്ക് അപാരമായൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് പ്രസവിക്കാനും കുഞ്ഞുങ്ങളെ നോക്കാനൊന്നും പറ്റില്ല. നീ ഇപ്പോൾ ചെല്ലുമ്പോൾ അവൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക. കാരണം നിന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ല, അമർഷം കൊണ്ടാടാ. നിന്നെ പോലെയുള്ളവനൊന്നും ഇത് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവക്ക് സ്നേഹമില്ലെന്ന് മാത്രം നീ പറയരുത്. ചിലപ്പോൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്ന് കരയുന്നുണ്ടാവും. പാവം. എടാ, ഈ ഗാർഹികപീഡനം അനുഭവിക്കുന്നവരും ചതിക്കപ്പെട്ടവരും വഞ്ചിക്കപ്പെട്ടവരും പീഡിപ്പിക്കപ്പെട്ടവരായ സ്ത്രീകളൊക്കെ നിന്നെപ്പോലെ ഇമാരി കത്തിയെടുത്തിറങ്ങിയാണല്ലോ. പൊന്നു മോനെ, നമ്മുടെ നാട്ടിൽ ഈ വിരലെണ്ണ ആണുങ്ങൾ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. ഓർത്തോ നീ?